എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ ഒരുപാട് ഈസി ആയിട്ടുള്ളതും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സൂപ്പർ ക്വിക്ക് പ്രോൺ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. പ്രോൺ തവ മസാല. ഒരുപാട് നല്ല റെസിപ്പീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ക്വിക്ക് സൂപ്പർ ടേസ്റ്റി പ്രോൺ തവ മസാല എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോൺ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പർ സൈഡിലെയും ലോവർ സൈഡിലെയും ആ ബ്ലാക്ക് വെയിൻ എടുത്ത് കളയണം. അങ്ങനെ വൃത്തിയായിട്ട് പ്രോൺ ക്ലീൻ ചെയ്യണം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരല്പനേരം വയ്ക്കണം. അതിനായിട്ട് നമുക്ക് 2 പച്ചമുളക്, അതുപോലെ തന്നെ നമുക്ക് ചുമന്നുള്ളി, ഗാർലിക് അഥവാ വെളുത്തുള്ളി, ജീരകം, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ ജിഞ്ചല്ലി ഓയിൽ അഥവാ എള്ളെണ്ണ ഒഴിച്ച് ഇത് നമുക്കൊന്ന് നല്ല മൃദുവായിട്ട് അരച്ചെടുക്കണം. ഇത്രയും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി നിങ്ങൾ വേറെ ഇതറിയാമോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം ഈസിയാണ് ഈ റെസിപ്പി. ഞാനപ്പോൾ ഈ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമില്ലാതെയാണ് അരച്ചത്. അപ്പോൾ ഇനി നമുക്കിനി ഈ മസാല ഈ ക്ലീനാക്കി വെച്ചിരിക്കുന്ന പ്രോണിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. അത് കൈകൊണ്ട് തന്നെ ഒന്ന് വൃത്തിയായിട്ട് തിരുമ്മി പിടിപ്പിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിലേ അത് നന്നായിട്ട് അതിനകത്തൊന്ന് ചേരത്തുള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂർ മാക്സിമം വരട്ടി വെച്ചാൽ മതി. അത് മാത്രമേ ഉള്ളൂ ഈ റെസിപ്പിക്ക് ഒരു താമസം. അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ആ ജാറൂടൊന്ന് കഴുകി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമ്മളത് വയ്ക്കാം. ഒരമണിക്കൂർ അതൊന്ന് ഇരിക്കട്ടെ. നമുക്ക് തീ കത്തിക്കാം. കട്ടിയുള്ള ഒരു പാൻ വെച്ചു അല്ലെങ്കിൽ തവ വെച്ചു. അതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിക്കാം. ഏതെണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഒഴിക്കാം. ഇതിനകത്ത് ധാരാളമായിട്ട് നമ്മളിടുന്നത് കറിവേപ്പിലയാണ്. തീ ഒന്ന് കുറച്ച് വയ്ക്കണം. കാര്യം കറിവേപ്പില കരിഞ്ഞു പോകാൻ പാടില്ല. നല്ലൊരു മണം വന്നാൽ മതി അതിൻ്റെ. അതിനകത്തേക്ക് നമ്മൾ പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മസാല പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺ ഇട്ട് കൊടുക്കുക. അത് ഡീപ്പ് ഫ്രൈ അല്ല, ചെറിയ തീയിൽ തന്നെ ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ചെറിയ തീയിൽ എന്നിട്ട് നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് ഇടയ്ക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറുതായിട്ട്. അങ്ങനെ എല്ലാ സൈഡും അത് നന്നായിട്ട് വെന്തോളും. പ്രോണിന് ഒരുപാട് വേവില്ലെന്ന് നമുക്കറിയാമല്ലോ. കുറച്ചുകൂടെ നമുക്ക് അതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടത് വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലായിട്ട് നമ്മൾ അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മളതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ചാനലിലെ മറ്റ് റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിനൊന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ചാനലിന് ഒരുപാട് റീച്ച് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി അഥവാ എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ അങ്ങ് പൊയ്ക്കോളൂ ഒടുവിൽ. എന്നിട്ട് നമ്മൾ പ്രോണും മസാല മാത്രമായിട്ട് നമ്മളിഞ്ഞ് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിന് നല്ലതാണ്, ചപ്പാത്തിക്ക്, കുബൂസിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്ന വൈറ്റ് റൈസിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് പോകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡിയാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയല്ലേ. ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.